കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നേ ശാരിയുമായിട്ട് കിരണും കല്യാണിയും കൂടെ സംസാരിക്കുവാണ്. ആ സമയം ശാരി പറഞ്ഞു, ദേ കല്യാണി മോള് ഇവിടെ നിൽക്കാൻ വേണ്ടി വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സരുവിന് ഭയങ്കര സന്തോഷമായി. മോളെക്കുറിച്ച് മാത്രമായിരുന്നു അവള് പറയണത്. മോളോട് അവള് തെറ്റ് ചെയ്തു, അതൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അവളെ ഇടയ്ക്കിടയ്ക്ക് അത് പറയും. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം അതാന്നുള്ളത്. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്ന എന്റെ അമ്മാവനും അവരെല്ലൊക്കെ ചെയ്ത് ഇതൊക്കെ തന്നെയല്ലേ വിക്രമൊക്കെ കല്യാണിയുടെ ക്രൂരത ചെയ്തു. അതിന്റെ ബലം അവർക്ക് കിട്ടുകയും ചെയ്തെന്ന് പറഞ്ഞു. സരുവിന് പതുക്കെയാണെങ്കിലും മാറാൻ തോന്നിയില്ലോ. അത് നല്ലൊരു കാര്യം ആന്റി എന്ന് പറഞ്ഞു. പിന്നെ മോള് വന്നു കഴിയുമ്പോൾ മോൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് സരു എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല ആന്റി എന്ന് പറഞ്ഞു. അല്ല മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ആന്റി എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരു കൺസ്ട്രക്ഷൻസ് ആയിരുന്നല്ലോ ആദ്യം കമ്പനിയുടെ പേര്. അവള് നേരെ ചൊവ്വ നിൽക്കുമായിരുന്നെങ്കിൽ ശരിക്കും കമ്പനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയനം, അവളുടെ പേര് തന്നെ മുന്നോട്ട് പോയനം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് RS കൺസ്ട്രക്ഷൻ ആയാലും ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, സരുവിന്റെ പേരിൽ കുറച്ച് തുക, കാരണം അവൾക്ക് നല്ല രീതിയിൽ ജീവിക്കണ്ടേന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശാരി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, അവൾക്ക് വേണ്ടത് പൈസയല്ല, കമ്പനിയുടെ പേരും പ്രശസ്തിയൊന്നും അല്ല അവൾക്ക് വേണ്ടത്, നിന്നോടൊപ്പം ജീവിതമാണ്. എന്താ ആന്റി ആലോചിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ പോയി ഇതേ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ശാരി അവിടെ നിന്ന് പോയി. ആ സമയത്ത് കല്യാണി പറഞ്ഞു, സരുവിനോടും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ പറയായിരുന്നു, താരാന്റിയും കൂട്ടിക്കൊണ്ട്. എത്ര നാളുകളായി താരാന്റിയെ കണ്ടിട്ട്, കാണാൻ കൊതി തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതൊരു നല്ല കാര്യമാ കിരണേട്ടാ. എനിക്കാണെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ? അല്ല, താരാന്റിയുടെ മനസ്സിലായി എന്തോ ഒരു വിഷമമുള്ള പോലെ തോന്നുന്നുണ്ട്, താരാന്റിക്ക് എന്തോ ഒരു വിഷമം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ നിന്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞു. അല്ലേ കിരണേട്ടാ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ താരാന്റി എന്നെ കാണാൻ വരുന്ന, പക്ഷെ താരാന്റി കാണാൻ വന്നില്ലോ. അത് ചിലപ്പോഴേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും വരാത്തെ. വരൂന്നേ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, സമാധാനമായിട്ടിരിക്കാനൊക്കെ കിരൺ പറഞ്ഞ് കല്യാണിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്കിട്ട പണിയിലായിരുന്ന അടുക്കളയില് ശാരി. ഈ സമയത്താണ് ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ സരയുക. എന്താ മോളെ, എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. അമ്മ ഇവിടെ എന്തെടുക്കുക? ഞാനിവിടെ കുറച്ച് തിരക്ക് പണിയിലായിരുന്നു. അതെ അമ്മ, ഞാൻ പറയുന്നിടത്തേക്കൊന്ന് വരണമെന്ന് പറഞ്ഞു. എന്തിനാ മോളെ വരുന്നതെന്ന് ചോദിച്ചു. അതൊക്കെ വന്നിട്ട് പറയാം. അല്ല മോളെ, അത് പിന്നെ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശാരി ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് കല്യാണിയും കൂടെ ഒന്ന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി വന്ന. അങ്ങനെ കല്യാണി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാരി പറഞ്ഞു, മോളെ എനിക്ക് മാർക്കറ്റ് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പം സരിയുമാണ് പറഞ്ഞ് മാർക്കറ്റിൽ പോകാനൊന്നും പറഞ്ഞിറങ്ങിയാൽ മതി, ആർക്കും ഒരു സംശയമൊന്നും തോന്നാത്ത രീതി വേണം ഇറങ്ങാനെന്ന്. ആ സമയം കല്യാണി ചോദിച്ചു, എന്തിനാ ആൻറ്റി മാർക്കറ്റിൽ പോണേ? അതെ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. മോള് വന്നിരിക്കുമല്ലേ, മോൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ വെച്ചുണ്ടാക്കി തരണ്ടേ? അതിന്റെ ആവശ്യമില്ല, ഈ വീട്ടിലുള്ള എന്താന്ന് വെച്ചാൽ അത് വെച്ചുണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അതൊന്നും ശരിയാകത്തില്ല, മോളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നാ എന്നോട് സരയു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെന്തെങ്കിലും മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ ചീത്ത പറയുമെന്ന് പറഞ്ഞു. പിന്നീട് ശാരി വെച്ചു, അല്ല മോളെ വിക്രത്തിന്റെ കർമ്മങ്ങളൊക്കെ നടത്തിയോ? കർമ്മങ്ങളൊക്കെ നടത്തിയെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കർമ്മങ്ങളൊക്കെ നടത്തണ്ടാത്ത, എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു പോലും നോക്കിയില്ല, കർമ്മങ്ങൾ പോലും നടത്താൻ വേണ്ടി വന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ദുഷ്ടനാന്ന് പറഞ്ഞാൽ നടത്താതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. ശാരി പറഞ്ഞു, അത് ശരിയാ മോളെ, നടത്തേണ്ട കാര്യങ്ങളൊക്കെ നടത്തണം. മോള് വിഷമിക്കൊന്നും വേണ്ട, മോളോടൊപ്പം ദൈവം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ എല്ലാ ആപത്തിൽ നിന്നും മോള് രക്ഷപ്പെടുന്നതെന്ന് ചോദിച്ചു. കല്യാണി പറഞ്ഞു, അത് ശരിയാ, ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ദുഷ്ടനും തീർന്നു, ഇനി സമാധാനമായിട്ട് കിടന്നുറങ്ങാം, പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, ശത്രുക്കൾ ഓരോന്നോരോന്നായിട്ട് തീർന്നില്ലേന്ന് ചോദിച്ചു. അത് കേട്ടതും ശാരി പറഞ്ഞു, അതെ, ഗംഗാപ്രസാദൊക്കെ തീർന്നെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സരുവിന് ഇവിടെ ഒരു സമാധാനമായത്. പിന്നെ വിക്രം കൂടെ തീർന്നു കഴിഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ടായി. പിന്നെ മുമ്പത്തെ പോലെയല്ല, മനോഹറിനോട് ഇപ്പോൾ അവൾക്ക് അത്ര ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മോളെ കൊണ്ട് കാണിക്കാൻ സമ്മതിക്കുകയൊക്കെ ചെയ്തല്ലോ. കല്യാണി പറഞ്ഞു, അത് സരുവിൻ്റെ ഇപ്പോഴത്തെ നല്ല മനസ്സ്, അവളുടെ മനസ്സ് മാറണമെന്ന് ഞങ്ങളും കുറെ ആഗ്രഹിച്ചിരുന്ന, ഒടുവിൽ അവളുടെ മനസ്സ് മാറിയല്ലോ ആൻറ്റി, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും അവളും കൂടെ ഇങ്ങോട്ടേക്ക് വരേണ്ടതായിരുന്നു പറഞ്ഞു. ശാരി പറഞ്ഞു, ഞാൻ വിളിച്ച, പക്ഷെ അവള് വരുന്നില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അന്നാ ശരി മോളെ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ശാരി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ സരുവിനെ വന്ന് കാണുവാണ്. സരുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരി പറഞ്ഞു, മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയത്. അതിനെന്താ? മാർക്കറ്റിൽ പോകാന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോയിട്ട് പോകണം, മാർക്കറ്റിൽ എന്ത് വാങ്ങാനായിട്ട്, എന്തേലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലണം, അവർക്ക് ഒരു കാരണവശാലും സംശയം തോന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, അല്ല കാര്യം എന്താ വെച്ചാൽ മോള് പറഞ്ഞില്ലോ, എന്നെ കാണണമെന്ന് പറഞ്ഞെന്താ അത്യാവശ്യമായിട്ട്? അതോ
അതൊരു കാര്യമുണ്ട്. ഇന്ന് രാത്രിയിൽ ഒരുത്തൻ വീട്ടിലേക്ക് വരും. ആ സമയത്ത് അമ്മ കതവ് തുറന്നിടണമെന്ന് പറഞ്ഞു. കതവ് തുറന്നിടാനോ? എന്തിനാ മോളെ? കൊല്ലാനാന്ന് പറഞ്ഞു. കൊല്ലാനോ? ആരെ? കല്യാണിയെ കൊല്ലാനാന്ന് പറഞ്ഞു. ശാരിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. മോളെ നീ എന്തൊക്കെയാ പറയണേ? അതേമേ, അത് തന്നെയാ ഞാൻ പറയണേ. ഞാൻ അമ്മയെ കണ്ട് നേരെ പോകുന്ന പൈസനെ കാണാൻ വേണ്ടിട്ടാ. എന്തിന്? അവന് കുറച്ച് പൈസ കൊടുക്കുവാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ അവന് കാര്യങ്ങൾ നടത്തി തരും. ഇന്നത്തോടുകൂടി കല്യാണിയുടെ കഥ തീർക്കണം. കഥ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് സുഖമായിട്ട് കിരണിനോടൊപ്പം ജീവിക്കാം. അമ്മ ഇച്ചിരി കണ്ണീര് ബാക്കി വെച്ചു. നാളെ അലമുറയിട്ട് കരയേണ്ടതാ. അമ്മ മാത്രമല്ല ഞാനും കരയും, കല്യാണിന്റെ ശവശരീരത്തിനരികെ ഇരുന്നിട്ട്. ശാരി പറഞ്ഞു, അതൊക്കെ വേണോ മോളെ? ഇപ്പൊ നമ്മൾ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത്. നമുക്കൊരു ആപത്തുണ്ടായി കഴിഞ്ഞപ്പം രൂപേ സേനനും കല്യാണിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ നമ്മൾ ഇല്ലാതാക്കണമെന്ന് ചോദിച്ചു. വേണം അമ്മേ, എനിക്ക് വേണം. എൻ്റെ മോൾക്കൊരു അച്ഛനെ വേണം, എനിക്ക് ഭർത്താവിനെ വേണം, എനിക്ക് അവനെ തന്നെ വേണമെന്ന് പറഞ്ഞു. മോളെ, അല്ലെങ്കിൽ തന്നെ മോളെ പൊന്നുപോലെ അവൻ നോക്കുന്നില്ലേ? കല്ലുമോനെ പോലെ തന്നെയാണ് കൺമണി മോളെയും കാണുന്നേ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞേരെ. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മയാന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത്. പിന്നെ എനിക്ക് ഒരമ്മ മാത്രമേ കാണത്തുള്ളൂ, എൻ്റെ പെറ്റമ്മ. അല്ല, നിങ്ങൾ എനിക്ക് കാണത്തില്ല എന്ന് പറഞ്ഞു. ശാരിക്ക് ടെൻഷനായി. ശാരി പറഞ്ഞു, അത് പിന്നെ മോളെ നിനക്കറിയാലോ. എന്തറിയാലോന്ന്? നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എൻ്റെ അച്ഛൻ ജീവിച്ച എനിക്ക് വേണ്ടി മാത്രമാണ്, നിനക്കറിയാലോ. മരിച്ചതുപോലെ എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ടും എനിക്ക് വേണ്ട രീതിയിൽ അച്ഛൻ്റെ കർമ്മങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ എങ്കിൽ അന്ന് തൊട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആ കല്യാണം തീർത്തിട്ട് കിരണിനെ സ്വന്തമാക്കണമെന്ന്. എനിക്ക് വെറുതെ പോരാ, അവനെൻ്റെ ഭർത്താവായിട്ട് വേണം. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ടല്ല അവനെ വേണ്ടത്, എൻ്റെ ഭർത്താവായിട്ടും കൂടി എനിക്ക് അവനെ വേണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അവൾ തീരണം. ഇന്നത്തോടു കൂടി അവൾ തീരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അമ്മ കഥവ് തുറന്നു കൊടുത്തേ മതിയാവുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞോളാൻ പറഞ്ഞു. ശാരി പറഞ്ഞു, എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷെ ഇതെന്താ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ചെയ്തോളാം. ശാരിക്ക് സമ്മതിക്കാതിരിക്കാൻ വകയില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവളുടെ മനസ്സ് മാറില്ല എന്നറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ സമ്മതിക്കാതിരിക്കാനോ നിവൃത്തി ഉണ്ടായിരുന്നില്ല. താൻ ഇനിയിപ്പോൾ എന്തെങ്കിലും മുടക്കം പറഞ്ഞാലും ഇവൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇവൾ തന്നിച്ച് തൻ്റെ സഹായം ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെ അമ്മയായിട്ട് കരുതുക പോലുമില്ല. ഒടുവിൽ സരുവിന് വാക്ക് കൊടുക്കുകയാണ് ശാരി. മോള് പറഞ്ഞ പോലെ വേണ്ടതുപോലെയൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാമെന്ന്. പിന്നീട് സരയു നേരെ വിക്രത്തിന്റെ കൂട്ടുകാരനെ കാണാൻ ചെല്ലുവാണ്. പിന്നീട് ചോദിച്ചു, നിങ്ങൾ വിക്രത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതെ, വിക്രത്തിന് ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. കല്യാണിയെ കൊല്ലുന്ന സ്വപ്നം കണ്ടുകൊണ്ട് തലേ രാത്രി കിടന്നവനാ. പിറ്റേന്ന് അവന് മരണത്തിലേക്ക് പോകുന്നു വിചാരിച്ചില്ല. അതും അവന്റെ സ്വന്തം അച്ഛൻ അവനെ ഇല്ലാതാക്കുന്ന. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരയു പറഞ്ഞു, എനിക്കറിയാം കാര്യങ്ങളൊക്കെ. ആ വിക്രത്തിനെ കൊന്ന അവന്റെ അച്ഛനാണെങ്കിൽ അവൻ ജയിലിലേക്ക് പോയി. പക്ഷെ കല്യാണി ഇല്ലാതാക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം പൈസ പറഞ്ഞു, അല്ല നിങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, ആ കല്യാണി ഇല്ലാതാക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ശരി ഇല്ലാതാക്കാം, പക്ഷെ അതിന് കുറച്ച് പൈസ ചെലവുണ്ട്. പൈസ എത്ര വേണേലും ഞാൻ തന്നോളാം. നിനക്ക് വൈരാഗ്യം ഇല്ലേന്ന് ചോദിച്ചു അവളോട്. ഉണ്ട്, എനിക്കും വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ എത്രയും പെട്ടെന്ന് അവളുടെ കഥ തീർക്കണം. പിന്നെ വിക്രത്തിന്റെ കയ്യിലൊരു തോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. തോക്കൊന്നും വേണ്ട എനിക്കൊരു മൂർച്ചയുള്ള കടാര മാത്രം മതി. അവളുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവള് തറവാട്ട് വീട്ടിലുണ്ട്, കിരണിന്റെ വീട്ടിലുണ്ട്, അവിടേക്ക് ചെന്നാൽ മതി. അവിടെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ നിങ്ങൾക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു തരും, കഥ തുറന്നു കിട്ടുതരും. അവളെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇന്നത്തോട് കൂടിയിട്ട് അവളുടെ കഥ തീരണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പൈസ പറഞ്ഞു, ശരി ഞാൻ ഏറ്റു. പിന്നെ അറിയാലോ, എൻ്റെ ഒരു വാശിയും കൂടെ ഇത്. വിക്രത്തിന്റെ എതിരാളികളെയൊക്കെ തീർക്കണം എന്നുള്ള ഒരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ലെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സരയു പറഞ്ഞു, അത്ര എളുപ്പമുള്ള കാര്യമല്ല അവളെ ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ. അതൊക്കെ എനിക്കറിയാം സരയു, നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഉറപ്പായിട്ടും പോയി കൃത്യം നിർവഹിച്ചിട്ട് വരും. പിന്നെ പിടിക്കപ്പെട്ട എൻ്റെ പേര് പറഞ്ഞേക്കല്ലെന്ന് സരയു പ്രത്യേകം പറഞ്ഞു. പേര് പറയാനോ? ഇല്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും വിക്രത്തെ തീർത്തതിൻ്റെ പ്രതികാരമെന്ന്. കാരണം കല്യാണിയെ കൊല്ലാനായിട്ടാണ് വിക്രം പരോളിന് ഇറങ്ങി വന്നേ. പക്ഷെ വിക്രത്തിനെ ഇല്ലാതാക്കിയതിൻ്റെ ദേഷ്യം തീർത്താന്ന് ഞാൻ പറഞ്ഞോളാം. ഒരു കാരണവശാലും സരയുവിൻ്റെ പേര് ഇതിനകത്തേക്ക് ഞാൻ വലിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. സരയു കുറച്ച് ക്യാഷ് എടുത്തു നീട്ടി. ഇത് വെച്ചോ, ഇനി ഞാൻ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി പണം തരാമെന്ന് പറഞ്ഞു. അവന് സന്തോഷമായി. അങ്ങനെ അവൻ എന്ത് ചെയ്തു, പണവും മേടിച്ചിട്ട് പോവുകയാണ്. പിന്നീട് കിരൺ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും കല്യാണി പറഞ്ഞു, ഞാനും വരട്ടെ. വേണ്ട, നീ ഇവിടെ നിന്നാൽ മതി. ഹോസ്പിറ്റലിൻ്റെ അടുത്തായതുകൊണ്ടാണ് വീട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ നിന്നെ നിർത്താമെന്ന് വെച്ചാൽ. എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്നെ വിളിക്കാമല്ലോ. പിന്നെ അമ്മ ഐസിയുലല്ലേ, അപ്പം അച്ഛൻ തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത്. അപ്പം അച്ഛനൊരു കൂട്ട് വേണ്ടേ, അതുകൊണ്ടാണ് ഞാനും കൂടെ പോയി ഇരിക്കാമെന്ന് വെച്ചേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു.
അതിനിപ്പോൾ ആരെന്ത് ചെയ്യാനായിട്ടാ, ശത്രുക്കളൊക്കെ ഇല്ലാതായില്ലേ, നീ പേടിക്കണ്ട, ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടാന്ന് പറഞ്ഞു. കിരണേണ്ണ അറിയാലോ, ഉം, ഞാൻ അച്ഛനെ ശരിക്കും സ്നേഹിച്ചു മതിയായിട്ടില്ലായിരുന്നു. ആ സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നത്. കല്യാണി, നിന്റെ അച്ഛൻ കോടതിയിൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാതിരിക്കുവാണെങ്കിൽ പുറത്തിറക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. ജാമ്യം കിട്ടി പുറത്തിറങ്ങട്ടെ, എന്നിട്ട് ബാക്കി എന്താന്ന് വെച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് കല്യാണി പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ അല്ലേ പറയണേ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ നിന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ പോവാണ്. കല്യാണിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പം അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി കഥകളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.